ഇന്നത്തെ സബ്ജക്റ്റ് എക്കണോമിക്സ് ആണ്. ബാങ്കുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. പ്രത്യേകിച്ച് SBI അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്കുകളെ കുറിച്ച്. എന്താണ് ബാങ്കുകൾ? ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ. ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങളാണ്. പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ നാലായിട്ട് തരംതിരിക്കാം. എത്രയായിട്ടാ? നാലായിട്ട് തരംതിരിക്കാം. പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകൾ അത് ഏതൊക്കെയാണ്? വാണിജ്യ ബാങ്കുകൾ. എന്താണ് പറഞ്ഞത്? വാണിജ്യ ബാങ്കുകൾ, അതായത് കമേഴ്ഷ്യൽ ബാങ്കുകൾ. സഹകരണ ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ. സവിശേഷ ബാങ്കുകൾ, സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ. വികസന ബാങ്കുകൾ, ഡെവലപ്മെന്റ് ബാങ്ക്. ഇങ്ങനെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ നാലായിട്ട് തരംതിരിക്കാം. എത്രയായിട്ടാ? നാലായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാ പറഞ്ഞത്? വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ, അതുപോലെ വികസന ബാങ്കുകൾ. കമേഴ്ഷ്യൽ ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ, ഡെവലപ്മെന്റ് ബാങ്കുകൾ. ഇങ്ങനെ നമ്മൾ നാലായിട്ടാണ് ബാങ്കുകളെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇത് സ്ഥാപിതമായ വർഷം എത്രയാണ്? 1770 ആണ്. എത്രയാണ്? 1770. പഴക്കം കൂടിയതും ധാരാളം ശാഖകളുള്ളതുമായിട്ടുള്ള ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. 1770 സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ബാങ്കും. 1770 സ്ഥാപിതമായത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്കാണ്. നെടുങ്ങാടി ബാങ്കാണ്. ഏതാണ് വർഷം? 1899 ആണ്. എത്രയാണ്? 1899 നെടുങ്ങാടി ബാങ്ക് സ്ഥാപിതമായത്. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ വാണിജ്യ ബാങ്കാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ ബാങ്കുമാണ് നെടുങ്ങാടി ബാങ്ക്. 1899 സ്ഥാപിതമായത്. നെടുങ്ങാടി ബാങ്ക് PNBയിൽ ലയിച്ചു. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. ഏതാണ് വർഷം? 2003 ആണ്. ഏതാണ്? 2003 വർഷം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം. ശ്രദ്ധിക്കുക, കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? കേരളമാണ്. എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമാണ് നമ്മുടെ കേരളം. എന്താണ്? കേരളം. ഏതാ വർഷം തെരഞ്ഞെടുത്ത്? 2011. ഏതാണ്? 2011. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല കേരളത്തിലെയും ഇന്ത്യയിലെയും എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? പാലക്കാടാണ്. ഏതാണ്? പാലക്കാട്. ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലും ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പാലക്കാടാണ്. എന്താണ്? പാലക്കാടാണ് ഉത്തരം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM അവതരിപ്പിച്ച ബാങ്ക് ഏതാണ്? ATM അവതരിപ്പിച്ച ബാങ്ക് ആദ്യമായിട്ട് ഇന്ത്യയിൽ HSBC. ഏതാണ്? HSBC ആണ്. അത് വന്ന വർഷം 1987 ആണ്. എത്രയാണ്? 1987 വർഷം. അതുപോലെ കേരളത്തില് ഈ പറയുന്ന ATM, കേരളത്തിൽ ആദ്യമായിട്ട് ATM വന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ്. എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് ATM വന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ്. വർഷം 1992. കേരളത്തിൽ ആദ്യമായിട്ട് ATM അവതരിപ്പിച്ച ബാങ്ക് ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് ATM അവതരിപ്പിച്ച ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ്. ഏതാണ്? ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ് കേരളത്തിൽ ആദ്യമായിട്ട് ATM അവതരിപ്പിച്ചത്. തിരുവനന്തപുരത്താണ്. 1992 പറഞ്ഞു. ഇന്ത്യയിൽ ബാങ്കിംഗ് മേഖലയെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. അതേതാണ്? നരസിംഹം കമ്മിറ്റി. ഏതാണ്? നരസിംഹം കമ്മിറ്റിയാണ്. എന്താണ്? നരസിംഹം കമ്മിറ്റിയാണ് ആ കമ്മിറ്റി. നെടുമങ്ങാടി PNBയിൽ ലയിച്ച വർഷം ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ പറഞ്ഞു. എത്രയാണ്? എത്രയാ? 2003 PNB, അതായത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബാങ്കായിട്ടുള്ള നെടുങ്ങാടി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച വർഷമാണ് 2003. ഏതാണ്? 2003. ഈ ബാങ്കിങ്ങിനെ കുറിച്ച് ഇന്ത്യയിൽ പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് നരസിംഹം കമ്മിറ്റി. എന്താണ്? നരസിംഹം കമ്മിറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ ഏതാ പറയാ?
SBI ആണ്. ഏതാണ് പറഞ്ഞ SBI ആണ്. SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ബാങ്ക് എന്ന് പറയുന്നത്. SBI ആണ്, ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക് ആണ്. SBIയുടെ പഴയ പേരെന്താണ്? SBIയുടെ പഴയ പേരെന്താണെന്ന് ചോദിച്ചാൽ ഇമ്പീരിയൽ. എന്താണ്? ഇമ്പീരിയർ ബാങ്ക് ആണ്. ഇമ്പീരിയർ ബാങ്ക് എന്നായിരുന്നു SBIയുടെ പഴയ പേര്. എന്താണ്? ഇമ്പീരിയർ ബാങ്ക് എന്നായിരുന്നു SBIയുടെ പഴയ പേര്. അത് സ്ഥാപിതമായത് 1921 ജനുവരി 27 തീയതിയാണ്. എത്രയാണ്? വർഷം എത്രയാണ്? 1921 ജനുവരി 27 ഇമ്പീരിയർ ബാങ്ക് നിലവിൽ വന്നത്. ആ ഇമ്പീരിയർ ബാങ്ക് SBI ആയിട്ട് രൂപപ്പെട്ടത് അഥവാ SBI നിലവിൽ വന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ 1955 ജൂലൈ 1 തീയതിയാണ്. അതാണ് ജൂലൈ 1 തീയതിയാണ്. 1955 ജൂലൈ 1 തീയതിയാണ് ഇമ്പീരിയർ ബാങ്ക് SBI ആയിട്ട് രൂപാന്തരപ്പെട്ടത്. അഥവാ SBI നിലവിൽ വന്ന വർഷം എന്ന് ചോദിച്ചാലും 1955 ജൂലൈ 1 തീയതിയാണെന്ന് പറയണം. എന്നാണ് ഈ SBI ദേശവൽക്കരിക്കപ്പെട്ടത്? അതേ വർഷം തന്നെയാണ്, 1955 തന്നെയാണ് ദേശവൽക്കരിക്കപ്പെട്ടത്. ഏത്? SBI ദേശവൽക്കരിക്കപ്പെട്ടത്. ഏറ്റവും കൂടുതൽ വിദേശ ശാഖകളുള്ള ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം SBI തന്നെയാണ്. ഏതാണ്? SBI തന്നെയാണ്. വിദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് എന്ന് പറഞ്ഞാൽ അതേതാണ്? SBI ആണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലുള്ള ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും എന്താണ്? SBI ആണ്. ഏതാണ്? SBI ആണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാങ്കിങ്, കോർ ബാങ്കിങ് എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് കോർ ബാങ്കിങ് നടപ്പിലാക്കിയ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ അതും ഏതാണ്? SBI ആണ്. അതേതാണ്? SBI ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM നടപ്പിലാക്കിയതോ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM നടപ്പിലാക്കിയ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം തന്നെയാണ്? SBI ആണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM നടപ്പിലാക്കിയ SBI ആണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ബാങ്ക് SBI ആണ്. ആദ്യമായിട്ട് കോർ ബാങ്കിങ് നടപ്പിലാക്കിയത് SBI ആണ്. SBI ദേശവൽക്കരിക്കപ്പെട്ടത് 1955 SBI ഇമ്പീരിയർ ബാങ്ക് എന്നായിരുന്നു മുൻപ് അറിയപ്പെട്ടിരുന്നത്. അത് എന്താണ്? SBI എന്ന പേരിലേക്ക് രൂപാന്തരപ്പെട്ടത്, SBI മാറിയത്, SBI രൂപീകരിച്ച വർഷം എന്ന് പറയുന്നത് 1955 ജൂലൈ 1 തീയതിയാണ്. ഇനി ഇമ്പീരിയർ ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് നിലവിൽ വന്നത് 1920 ജനുവരി 27 തീയതിയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ എന്താ പറഞ്ഞു നേരത്തെ? ഏറ്റവും കൂടുതൽ ATM ആദ്യമായിട്ട് ഒഴുകുന്ന ATM അവതരിപ്പിച്ച് നടപ്പിലാക്കിയ ഏതാണ്? SBI ആണ്. ഏതാ വർഷം? 2004 ആണ്. ഏതാണ്? 2004 ആദ്യമായിട്ട് ഒഴുകുന്ന ATM നടപ്പിലാക്കിയതും ഏതാണ്? SBI ആണ്. SBIയുടെ ബാങ്ക് ലയനം, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. SBIയുടെ ബാങ്ക് ലയനം അത് പഠിക്കാം. അതിനു മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യമായിട്ട് ഒഴുകുന്ന ATM അല്ലെ? ആദ്യമായിട്ട് ഒഴുകുന്ന ATM നടപ്പിലാക്കിയ ബാങ്ക് SBI എന്ന് പറഞ്ഞല്ലോ. അത് എവിടെയാണെന്ന് ചോദിക്കുക. കൊച്ചിൻ വൈപ്പിനിലാണ്. എവിടെയാണ്? കൊച്ചിൻ വൈപ്പിനിലാണ് ആദ്യമായിട്ട് ഒഴുകുന്ന ATM SBI അവതരിപ്പിക്കുന്നത് 2004. ഇനി SBIയുടെ ബാങ്ക് ലയനം ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ബാങ്ക് ലയനം. ഏതാ വർഷം എന്ന് ചോദിക്കാൻ. SBI ബാങ്ക് ലയനങ്ങൾ നടന്ന വർഷം, പ്രധാനപ്പെട്ട 5 ബാങ്കുകളാണ് ലയനം നടക്കുന്ന വർഷം 2017 ആണ്. ഏതാണ്? 2017 ഏപ്രിൽ 1 ആണ്. ഏതാണ്? 2017 ഏപ്രിൽ 1 തീയതിയാണ് SBIയിൽ 5 ബാങ്കുകൾ ലയിക്കുന്നത്. SBI ബാങ്ക് ലയനം നടന്ന വർഷം 2017 ഏപ്രിൽ 1 തീയതിയാണ്. ഏതാണ്? 2017 ഏപ്രിൽ 1 തീയതിയാണ്. 5 അസോസിയേറ്റ്സ് ബാങ്കുകളാണ് SBIയിൽ ലയിക്കുന്നത്. ഒരു ഭാരതീയ മഹിളാ ബാങ്ക് ഉണ്ട്. അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് എന്താണ്? ഏതൊക്കെയാന്ന് നോക്കാം. നമുക്ക് 5 ഏതൊക്കെയാന്ന് നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനിയർ ആൻഡ് ജയ്പൂർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനിയർ ആൻഡ് ജയ്പൂർ ഒന്നാമത്. പിന്നീട് രണ്ടാമത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്. അതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്ടിയാല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. അത് നമുക്കറിയാലോ, SBT അല്ലെ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. SBT SBIയിൽ ലയിച്ച വർഷം എടുത്തു ചോദിച്ചാലും ഇത് തന്നെ പറയണം. ഏതാണ്? 2017 ഏപ്രിൽ 1 തീയതിയാണ് SBT സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBIയിൽ ലയിച്ച വർഷം. അത് മാത്രമല്ല, ഈ 5 ബാങ്കുകളും ലയിച്ചു. 5 ബാങ്കുകൾ SBIയിൽ ലയിച്ച് ലയനം നടന്നത് 2017 ഏപ്രിൽ 1 തീയതിയാണ്. ഏതൊക്കെ ബാങ്കുകൾ എന്ന് മനസ്സിലായല്ലോ.
സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ഏതാണ്? ഭാരതീയ മഹിളാ ബാങ്ക്. അത് നിലവിൽ വന്നത് 2013 നവംബർ 19 തീയതിയാണ്. ഏതാണ്? 2013 നവംബർ 19 തീയതിയാണ് ഭാരതീയ മഹിളാ ബാങ്ക് നിലവിൽ വന്നത്. SBIയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? SBIയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ദിനേശ് കുമാർ ഖാരയാണ്. ദിനേശ് കുമാർ ഖാര. SBIയുടെ ആദ്യത്തെ ചെയർമാൻ, SBI രൂപാന്തരപ്പെട്ട സമയത്ത് SBIയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ചോദിച്ചു? ജോൺ മത്തായി ആയിരുന്നു. ആരാണ്? ജോൺ മത്തായി ആണ്. ജോൺ മത്തായിയെ കുറിച്ച് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതൊരു ജോൺ മത്തായി സെപ്പറേറ്റ് ഒരു ടോപ്പിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ക്ലാസ്. ജോൺ മത്തായി ഇപ്പോ മനസ്സിലാക്കുക. ആദ്യമായിട്ട് SBIയുടെ ചെയർമാൻ ആയിട്ടിരുന്നത് ജോൺ മത്തായി ആണ്. SBIയുടെ ആദ്യത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ച ഉത്തരം ജോൺ മത്തായി ആണ്. ഇപ്പോഴത്തെയാണ് പറഞ്ഞത് ദിനേശ് കുമാർ ഖാരയാണ്. ആരാണ്? ദിനേശ് കുമാർ ഖാരയാണ്. SBIയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ബ്രാൻഡ് അംബാസിഡർ ആരാണ്? MS ധോണിയാണ്. മഹേന്ദ്ര സിംഗ് ധോണിയാണ്. MS ധോണിയാണ്. SBIയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. SBIയുടെ ആസ്ഥാനം മുംബൈയിലാണ്. എവിടെയാണ്? SBIയുടെ ആസ്ഥാനം മുംബൈയിലാണ്. ആസ്ഥാനം മുംബൈയിലാണ്. ഇനി പഞ്ചാബ് നാഷണൽ ബാങ്ക്, PNB, പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്നത്. നിലവിൽ വന്ന വർഷം 1894. 1894 മെയ് 19 തീയതി. എത്രയാണ്? 1894 മെയ് 19 തീയതിയാണ് PNB, പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമാകുന്നത്. സ്ഥാപകൻ ആരാണ്? ലാലാ ലജ്പത് റോയ് ആണ്. ആരാണ്? ലാലാ ലജ്പത് റോയ്. ലാലാ ലജ്പത് റോയ്ക്ക് ഒരു സെപ്പറേറ്റ് ക്ലാസിന്റെ ഒരു ഫുൾ ക്ലാസ് നമ്മൾ തരുന്നതാണ് ലാലാ ലജ്പത് റോയെ കുറിച്ച്. അപ്പോ 1894 മെയ് 19 തീയതിയാണ് PNB രൂപപ്പെടുന്നത്. സ്ഥാപകൻ ലാലാ ലജ്പത് റോയ് ആണ്. ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയാണ്. എവിടെയാണ്? ന്യൂഡൽഹിയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ PNBയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സ്വന്തം മൂലധനത്തിൽ, ഇന്ത്യയുടെ സ്വന്തം മൂലധനത്തിൽ ആരംഭിച്ച ആദ്യത്തെ ബാങ്ക് എന്ന് ചോദിച്ചാൽ PNB ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ നമ്മുടെ സ്വന്തം മൂലധനം കൊണ്ട് ആരംഭിച്ച ബാങ്കാണ് PNB, പഞ്ചാബ് നാഷണൽ ബാങ്ക്. എത്രയായിരുന്നു ആ മൂലധനം? 20,000. എത്രയായിരുന്നു? 20,000 രൂപയായിരുന്നു ആ ഒരു മൂലധനം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് VRS നൽകിയ ബാങ്ക് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ്? PNB ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് VRS നൽകിയ ബാങ്ക് എന്ന് ചോദിക്കാറുള്ളത്. പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മനസ്സിലാക്കുക. അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോവും. ഇനിയും പറയാനുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക് ഒക്കെ പറയാനുണ്ട് നമുക്ക്. അതുപോലെ തന്നെ സഹകരണ ബാങ്കുകൾ പറയാനുണ്ട്. ഒരുപാട് വലിയൊരു ടോപ്പിക്കാണ്. അതൊക്കെ വരും ക്ലാസ്സുകളിൽ പറയാം. ഇന്ന് ഇത്രയും നമ്മൾ പഠിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് SBIയെ കുറിച്ചും അതുപോലെ തന്നെ പഞ്ചാബ് നാഷണലിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളൂ. തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക.